KSEB ജീവനക്കാർ ജനങ്ങളോടായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ജനങ്ങളെ നിങ്ങൾ KSEB ജീവനക്കാരെ വെറുക്കരുത് എന്ന് അവർ വളരെ വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ഉപഭോക്താവെന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട KSEB ജീവനക്കാരെ, നിങ്ങളോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള വെറുപ്പുമില്ല. രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾ വെയിലും ചൂടും മഴയും സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയും സേവനവും ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ജനസേവനം തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ വെറുപ്പ് എന്നുള്ളത് നിങ്ങളോടല്ല, KSEB വിഭാഗത്തോടാണ്. കാരണം സാധാരണ ജനങ്ങളുടെ നടുവൊടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് KSEB നൽകുന്ന ന്യായീകരണം ഉപഭോഗം വർദ്ധിക്കുന്നു എന്നതാണ്. ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് KSEB വിഭാഗത്തിൻ്റെ ചുമതലയാണ്. കാരണം പണം തന്നുകൊണ്ടാണ് ഇവിടെ ഉപഭോഗം നടത്തുന്നത്, അതല്ലാതെ സൗജന്യമായി അല്ല ജനങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡൽഹി സർക്കാരിനെയും പഞ്ചാബ് സർക്കാരിനെയും മാതൃകയായിട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ കാണുന്നില്ല? അവരൊന്നും തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെലവഴിച്ചുകൊണ്ടല്ല ഇത്തരം ചെലവുകൾ നിർവഹിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയാണ് ഡൽഹി പഞ്ചാബ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾ 200 യൂണിറ്റ് വരെയും സൗജന്യ വൈദ്യുതി ജനങ്ങൾക്ക് നൽകുകയും അങ്ങനെ വൈദ്യുതി ലാഭകരമായി കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുവാൻ വേണ്ടിയെങ്കിലും ഡൽഹിയും പഞ്ചാബും നമ്മുടെ KSEB വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ, അതായത് ചാർജ് കൂട്ടണം എന്ന് ശുപാർശ ചെയ്യുന്ന, ഓരോ പ്രാവശ്യവും ചാർജ് വർദ്ധിപ്പിക്കണം എന്ന പരിഹാരം മാത്രം മുന്നിൽ കാണുന്ന KSEB വിഭാഗം ഈ ഒരു കാര്യം പഠിക്കാൻ പഞ്ചാബ് ഡൽഹി സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള വൈദ്യുതി വിഭാഗത്തിനെ സമീപിക്കുകയും ഇതിൻ്റെ രഹസ്യം പഠിക്കുകയും എങ്ങനെയാണ് വൈദ്യുതി ലാഭകരമായി കൊണ്ടുപോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണം എന്നതാണ് വളരെ വിനയപൂർവ്വം എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കുവാനുള്ളത്. അല്ലാതെ KSEB ജീവനക്കാരെ മുൻനിർത്തിക്കൊണ്ട് KSEB കൊള്ള നടത്തുകയും സാധാരണ ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക്, അത്യുഷ്ണത്തിന്റെ ചൂട് സഹിക്കുന്നതോടൊപ്പം തന്നെ ചാർജ് വർധനത്തിന്റെ ഭാരം കൂടി ജനങ്ങളുടെ തോളിൽ കെട്ടിവെക്കാതെ എങ്ങനെ വൈദ്യുതി ലാഭകരമായി കൊണ്ടുപോവാം എന്ന കാര്യം പഠിക്കുകയും അത് നടപ്പിലാക്കുവാനുള്ള ഒരു ആത്മാർത്ഥതയെങ്കിലും സർക്കാർ കാണിക്കണം എന്ന് വളരെ വിനയപുരസ്സരം അപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.